വെൽക്കം ടു മാറ്റിനി 360. രാജ്യം 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയെപ്പറ്റിയും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളെപ്പറ്റിയും ജനങ്ങൾക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ചേട്ടൻ്റെ കോൺസെപ്റ്റിൽ എന്താണ് സ്വാതന്ത്ര്യദിനം? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്ത് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ, നമുക്ക് ശമ്പളം അല്ലെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാകുന്നതല്ല സ്വാതന്ത്ര്യം. നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പറയില്ല, പലരും പറയില്ല, ഞാൻ കുറേ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് കുറേ ആളുകൾ കണ്ടിട്ടുണ്ട്, അവരൊക്കെ പറയുന്നത് കല്യാണം കഴിച്ചതോട് സ്വതന്ത്രം പോയി, അല്ലെങ്കിൽ എന്താ പറയുക, ജോലി കയറിയോട് സ്വതന്ത്രം പോയി. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ എവിടെയാണോ നമ്മൾ ജീവിക്കണം അവിടെ സ്വാതന്ത്ര്യവും സന്തോഷവും നമുക്ക് കണ്ടെത്താൻ പറ്റണം. ഈ കണ്ടെത്തുന്ന സന്തോഷവും സ്വാതന്ത്ര്യവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. സന്തോഷം കണ്ടെത്തി അവിടെ സ്വാതന്ത്ര്യം കിട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ നമ്മൾ ഭയങ്കര കുറേ കോടീശ്വരനാണ്, അതിൽ സന്തോഷമില്ല, പിന്നെ എവിടെയാണ് സ്വാതന്ത്ര്യം? സന്തോഷമുള്ളതാണ് സ്വാതന്ത്ര്യം. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? അങ്ങനെ ഇങ്ങനെ ആഘോഷിക്കലൊന്നുമില്ല സ്വാതന്ത്ര്യദിനം. പിന്നെ കോളേജിലെ ഫംഗ്ഷനും പോവും, കൊടി കയർത്തും, വീട്ടിൽ പോകും, അത്ര തന്നെ. വരുന്ന എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണെന്ന് അറിയാം? 78ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മാത്രം ഒതുങ്ങി പോകുന്ന ആയിട്ട് തോന്നുന്നുണ്ട്. അത് പുതിയ കാലത്തല്ലേ, സോഷ്യൽ മീഡിയ ഒക്കെ പുതിയ കാലത്ത് വരുന്നപ്പോൾ അതിൽ ആളുകൾ കൂടുതൽ സ്വാതന്ത്ര്യദിനമോ അല്ലെങ്കിൽ മറ്റ് പരിസ്ഥിതി ദിനം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും എക്സ്പ്രസ് ചെയ്യാനുള്ള സോഷ്യൽ മീഡിയ ആണല്ലോ. അപ്പോൾ ആ സോഷ്യൽ മീഡിയയിലൂടെ അവർ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ അത് ഒരു പോരായ്മയായിട്ട് കാണണ്ട. ഈ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? സ്വാതന്ത്ര്യ ദിനങ്ങളായിട്ട് നമ്മൾ സ്വാതന്ത്ര്യ അനന്തര കാലഘട്ടത്തിൽ ജനിച്ചവരല്ലേ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ നമുക്കുണ്ടാകുന്ന ചില ഓർമ്മകളാണ്. കൊടി ഉയർത്തുന്നതും മിഠായി വിതരണവും കൂട്ടുകാരുടെ ഒക്കെ എന്തെങ്കിലും സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളൊക്കെ. ഞാൻ എൻ്റെ വ്യക്തിപരമായി ഒരു വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു സ്വാതന്ത്ര്യദിനത്തിൽ ഒരു കഥാപ്രസംഗം കേൾക്കുകയാണ്. കഥാപ്രസംഗം എന്തോന്നും അറിയാൻ മേലാത്തൊരു കാലഘട്ടത്തിൽ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകൻ നടത്തുന്ന ഒരു കഥാപ്രസംഗം കേട്ട് പഠിച്ചിട്ട് അന്ന് ഞങ്ങളുടെ വീടിനടുത്ത് ഒരു അമ്പലത്തിൽ കൊണ്ടുവന്നാണ്. ആ കഥാപ്രസംഗം നടത്തി കഴിഞ്ഞിട്ട് കേട്ട് പഠിച്ചാൽ അന്ന് രാവിലെ കഥാപ്രസംഗം നടക്കുന്നു, വൈകുന്നേരം ഞാൻ അതൊരു അമ്പലത്തിൻ്റെ അവിടെ വെറുതെ അവതരിപ്പിക്കുക ഓർമ്മയിൽ. അന്ന് അവസാനം പറഞ്ഞ വാചകമാണ് നമ്മൾ അന്നത്തെ കാലത്ത് വൈറലാക്കിയത്. എന്നെ എല്ലാവരും പറയും, ഞാൻ കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ട് അവസാനം പറയണത് ഇതോടെ എൻ്റെ കഥ കഴിഞ്ഞു. അപ്പോൾ അത് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കുന്നു എന്ന്. അപ്പോൾ എന്നെ കാണുമ്പോൾ ഇതോടെ അവൻ്റെ കഥ കഴിഞ്ഞ് കേട്ടാണ്. അങ്ങനെ കളിയാക്കുന്നൊരു ഓർമ്മയാണ് സ്വാതന്ത്ര്യദിനവും അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കലാപ്രവർത്തനമൊക്കെ ആയിട്ടുള്ള ഓർമ്മ. ഇനിയിപ്പോൾ വരുന്ന സ്വാതന്ത്ര്യ ദിനത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ? സ്വാതന്ത്ര്യദിനത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. നമ്മളിങ്ങനെ തന്നെ വലിയ ആളുകൾക്കും മറ്റു മനുഷ്യർക്കും പ്രകൃതിക്കും ഒന്നും ഉപദ്രവമില്ലാതെ ജീവിച്ചു പോകണം എന്നുള്ളതാണ് വലിയ ആഗ്രഹം. അങ്ങനെ പോകുന്നു. ചേട്ടൻ്റെ ഓർമ്മയിലുള്ള ഏതെങ്കിലും സ്വാതന്ത്ര്യദിനത്തെ കുറിച്ച് പറയാം? പിന്നെ നല്ല നല്ല ഓർമ്മകളുണ്ട്. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ നല്ല ഓർമ്മകളുണ്ട് സ്വാതന്ത്ര്യത്തെ പറ്റി. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ കലാമിറ്റീസും പിന്നെ മിസ് റോളിങ്ങും ഒക്കെ ബാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണ് ഇത് നോക്കി കാണുന്നതെന്നുള്ളത് പറയാം. അവർ സ്വാതന്ത്ര്യത്തെ പറ്റി അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു നമ്മളിപ്പോൾ ഓണം വരുന്നു, ക്രിസ്മസ് വരുന്നു, അതുപോലെ ഒരു ഇതെന്നുള്ളതേ ഉള്ളൂ. അവരല്ലാണ്ട് ഇൻഡിപെൻഡൻസിയുടെ ആ ത്യാഗവും അതൊന്നും അവർക്ക് അറിയില്ല. അവരെ പഠിപ്പിക്കാനും ആരും തയ്യാറാവുന്നില്ല. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് വർത്ത്, ആവശ്യമാണ് അത്. പക്ഷേ അത് ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ ഉപയോഗിക്കണം. ആ സ്വാതന്ത്ര്യം അതിനിപ്പോൾ ഭംഗം വന്നിട്ടുണ്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ. അത് ഈ ജനാധിപത്യത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയതാണ്. ചേട്ടന് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടോ? പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ പ്രതികരിക്കുന്നവരെ പോലും ഒതുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. അതുകൊണ്ട് അത് കാര്യമാക്കണ്ട. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാറുണ്ടോ? എങ്ങനെയാണ് ഇപ്പം ആഘോഷിക്കാറുള്ളത്? സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുക്കി തീർക്കാറേ ഉള്ളൂ സ്വാതന്ത്ര്യദിനം? അല്ലാതെ പാർട്ട് ടൈമിലൊക്കെ അവധിയായിരിക്കുമല്ലോ, അപ്പോഴത്തേക്കും വീട്ടിൽ കിടന്ന് ഉറങ്ങും. ഇത് സ്റ്റാറ്റസ്. പിന്നെ ഇപ്പം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയേറെ വർഷമായല്ലോ. സ്ത്രീകൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? പ്രതികരിക്കേണ്ടടുത്തൊക്കെ പ്രതികരിക്കാൻ പറ്റാറുണ്ടോ? മേ ബി ഉണ്ട്, ചിലപ്പോൾ ഇല്ലാതെ വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഇപ്പോഴത്തെ ജനറേഷൻ വെച്ച് അധികം പിള്ളേർക്ക് തിരിച്ച് എന്തെങ്കിലും പറയാനുള്ള വോയിസ്, ആ ഒരു തൻ്റെ ഇടം കിട്ടും. തൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെയൊക്കെ ചോദിച്ചാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, അത് തന്നെ എൻ്റെ ഒരു ഇപ്പോൾ മീൻസ് നമ്മുടെ ഒരു പ്രായം വെച്ച് നോക്കുവാണെങ്കിലും ചില
സ്ഥലങ്ങളിൽ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. ആ ഒരു ഇപ്പോൾ ഈ ഒരു ഇപ്പം എനിക്കൊക്കെ വെക്കുവാണെങ്കിൽ എല്ലാ രീതിയിലും സ്വാതന്ത്ര്യം ഉണ്ട്. അത് ഞാൻ അപ്പോൾ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം എല്ലായിടത്തും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാറുണ്ടോ? ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ഉണ്ടാവാറുണ്ട്. ഉണ്ടെങ്കിൽ അതെങ്ങനെ ആഘോഷിക്കാറ് നിങ്ങള്? ഫ്ലാഗ് ഉയർത്തുന്നു. ക്ലാസ്സിൽ എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഫ്ലാഗ്സ് ഉണ്ടാവും കയ്യില്. ഫ്ലാഗ്സ് ഉണ്ടാകും. പോസ്റ്റർ മേക്കിംഗ് ഉണ്ടാവും റിഗാർഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. വേറെ എന്തെങ്കിലും? വേറെ എന്തെങ്കിലും മെമ്മറീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സ്കൂൾ ലൈഫ്? ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ഇൻഡിപെൻഡൻസ് ഡേ. ശിവാനിയുടെ വളരെയധികം ബെസ്റ്റ് ഫ്രണ്ട് ബർത്ത്ഡേ ആണ്. സ്വാതന്ത്ര്യദിനം മറക്കത്തില്ലല്ലേ? സ്വാതന്ത്ര്യം കിട്ടി ഇത്രയേറെ വർഷം കഴിഞ്ഞിട്ടും സ്ത്രീകൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടില്ല. ഇല്ല. അത് ചിലരുടെ കാഴ്ചപ്പാടാണ്. ഇപ്പോൾ ഫാമിലി ബേസ്ഡ് ആവാം. ഫാമിലിയിൽ നിന്ന് പെൺപിള്ളേർ ഇപ്പോഴും ഒരു 6 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടാൻ ഭയങ്കര പേടിയാണ്. അത് കൂടുതലും പല നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങൾ കാരണമാണ്. പെൺപിള്ളേർക്ക് സ്വാതന്ത്ര്യമായി പുറത്തേക്ക് പോകാൻ പറ്റാത്തതിൻ്റെ ഇപ്പോഴും നിബന്ധനകളെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെക്കുറിച്ച്? ഒരു അഡ്വാൻസ് ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണെന്നറിയാവോ? വർഷം 47. ശരിയാണ്. പ്രൈസ് ഇല്ല. നിങ്ങൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാറുണ്ടോ? എങ്ങനെയാ ആഘോഷിക്കാറ്? ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ സ്കൂളിൽ ഇങ്ങനെ കൂടി ഉയർത്തും മിഠായിരുന്നു. അതിന് ഒരു 10 മണി 11 മണിയൊക്കെ വീട്ടിൽ പോകണം പറയും. ഇപ്പോഴോ? ഇപ്പൊ അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല. ക്ലബ്ബൊക്കെ ഉണ്ട് വീട്ടില്. നാട്ടില് ക്ലബ്ബൊക്കെ ഉള്ളപ്പോ ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് ആഘോഷിക്കാറ്, അല്ലാണ്ടില്ല. ഇന്നത്തെ തലമുറ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് പ്രാധാന്യം നൽകാറുണ്ട്. ഇന്നത്തെ തലമുറയോട് ചോദിക്കേണ്ട ചോദ്യം. ഞാൻ ഓൾഡ് ഏജിൽ അല്ല, ഇന്നത്തെയും വ്യത്യാസം എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, വ്യത്യാസം വെച്ചാൽ ഇപ്പം അങ്ങനെ സ്ഥിരമായിട്ട് നമുക്കൊരു ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ കീഴിൽ കുറെ ആൾക്കാർ വന്നിട്ട് അവരുടെ പ്രസ്ഥാനത്തിന്റെ കൊടിയോർത്തലും ഒരു ഇംഗ്ലീഷ് വിളിയോ അല്ലെങ്കിൽ ഒരു ജയ് വിളിയൊക്കെ ഉണ്ടാവും. ഭാഗമാതാക്കി ജയ്യൊക്കെ വിളിക്കും. അതിൽ കൂടുതൽ ഇപ്പം എന്തിട്ടാണ് ഞാനൊന്നും കാണാറില്ല. എത്ര വർഷമായെന്നറിയാവോ സ്വാതന്ത്ര്യം കിട്ടിയിട്ട്? 47 കിട്ടിയെന്ന് അറിയാം. അപ്പൊ കണക്കൂട്ടിയെടുക്കാനല്ലോ എനിക്ക്. 78 വർഷമാണ്. സോറി, 78. ഇപ്പം സ്വാതന്ത്ര്യം എന്നാ എന്താന്നാണ് നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ്? എന്റെ കൺസെപ്റ്റ് ആണ് പറയേണ്ടത്. സ്വാതന്ത്ര്യം ചേട്ടന്റെ കോൺസെപ്റ്റ് എന്താ? എന്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ആ കൺസെപ്റ്റ് അല്ല ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ടു ബി വെരി ഫ്രാങ്ക് ആയി അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്നുള്ളത് ആ വാക്കിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മളിപ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കാത്ത ആൾക്കാരാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മൈ പേഴ്സണൽ, എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. താങ്കൾക്ക് യോജിക്കാം, വിയോജിക്കാം. ദാറ്റ്സ് അപ് ടു യു ആൻഡ് യു ഹാവ് ടു ഡിസൈഡ് വാട്ട്. ചേട്ടനിപ്പം ഈ ലൈഫിൽ നോ പറയേണ്ട അടുത്തൊക്കെ നോ പറയാൻ പറ്റിയിട്ടുണ്ടോ? പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കാൻ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതാണ് എൻ്റെ വ്യക്തിത്വം. ഞാനത് കാത്തുസൂക്ഷിക്കേണ്ടത് എപ്പോഴും. നിങ്ങൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാറുണ്ടോ? ആഘോഷിക്കാറില്ല. ഇപ്പം എങ്ങനെയാണ് സ്വാതന്ത്ര്യദിനമൊക്കെ വരുമ്പോൾ ഇപ്പം ആഘോഷങ്ങളൊക്കെ നടക്കാറ്? ഒരു ഹോളിഡേ കിട്ടണ പോലെയാണല്ലോ നമുക്ക്. സോഷ്യൽ മീഡിയയിലൊക്കെ മാത്രം ഒതുങ്ങി പോകുന്നതായിട്ട് തോന്നുന്നു. അങ്ങനെ തോന്നാറില്ല. കാരണം എന്താ പറയുക, നമ്മുടെ ഡൽഹിയിലൊക്കെ ആണെങ്കിലും നല്ലപോലെ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെയാണ് ജസ്റ്റ് ഒരു ഫ്ലാഗ് ഹോസ്റ്റിൽ മാത്രം ഒതുങ്ങിപ്പോണേന്ന് തോന്നിയിട്ടുണ്ട്. എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് വരുന്നത് അറിയോ? 76th അല്ലേ? 78. എന്നാ സ്വാതന്ത്ര്യം കിട്ടിയെന്നറിയോ? 1947. ഇപ്പം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായല്ലോ. അപ്പം നമ്മുടെ സ്ത്രീകൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ ഇപ്പം? ഇവിടെ ഇല്ല. എന്താ കാരണം? കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പം എന്തോരം എംപവർമെൻ്റ് ആയി എന്ന് പറഞ്ഞാലും ഫുള്ളി വുമൺ എംപവർമെൻ്റ് എന്ന് പറഞ്ഞാൽ ആരും കൊടുക്കേണ്ടതല്ലല്ലോ. അവർക്ക് സ്വന്തമായിട്ട് കിട്ടേണ്ടതാ. അതായത് ആരും നിനക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തന്നില്ലേ, ഇതിനുള്ള സ്വാതന്ത്ര്യം തന്നില്ലേ എന്ന് അങ്ങനെ പറയേണ്ട ഒന്നല്ലല്ലോ അത്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും അധികം നാളായല്ലോ. അപ്പം സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ ഇന്നത്തെ കാലത്ത്?
ഒരുവിധം ഉണ്ട് പണ്ടത്തെക്കാളും. ഉണ്ട്. ചേച്ചിക്ക് എന്തെങ്കിലും ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ട് സ്വാതന്ത്ര്യത്തെ പറ്റി? എന്തോർമ്മ, അധികം സ്വാതന്ത്ര്യത്തിനെ പറ്റി എന്താ, ഞാൻ എൻ്റെ കഴിഞ്ഞ കാലം കുറേ കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യം കിട്ടി കുറേ കഴിഞ്ഞിട്ടല്ലേ ഞാനൊക്കെ ജനിച്ചിരിക്കണം. അതുകൊണ്ട് എനിക്കതിന് പ്രത്യേകിച്ച് ഓർമ്മയൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ആ സ്വാതന്ത്ര്യമൊക്കെ ആഘോഷിക്കാറുണ്ടോ? എങ്ങനെയൊക്കെയാ സ്വാതന്ത്ര്യം ആഘോഷിക്കാറുണ്ടോ വെച്ചാൽ സ്ത്രീ സ്വാതന്ത്ര്യം ആഘോഷിക്കാറുണ്ടോന്നാണ്, സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാറുണ്ടോ? സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുക വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയിലുണ്ടല്ലോ, നമ്മൾ അവിടെ പോയി ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുക, മിഠായി വാങ്ങിച്ച് കഴിക്കുക, അത് തന്നെ നമ്മുടെ ആഘോഷം. സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം ആഘോഷിക്കാറുണ്ട്. അതായത് സ്ത്രീ സ്വാതന്ത്ര്യം ആഘോഷിക്കാറെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരുവിധം സ്വാതന്ത്ര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പുറത്ത് പോവുക, ഫ്രണ്ട്സായിട്ട് പുറത്ത് പോവുക, ആഘോഷിക്കുക, അതൊക്കെ ചെയ്യാറുണ്ട്. ഉണ്ട്. സ്വാതന്ത്ര്യത്തെ നോക്കിക്കാണുന്നതിന് എന്തെങ്കിലും പറയാനുണ്ടോ ഇന്നത്തെ യുവതലമുറയുടെ ആഘോഷങ്ങളെ പറ്റിയിട്ടൊക്കെ? യുവതലമുറ ശരിയായ രീതിയിൽ മറ്റുള്ള രാജ്യത്തെക്കാട്ടും പാകിസ്ഥാനി വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. മറ്റ് ഗൾഫ് കൺട്രീസിലൊന്നുമില്ലല്ലോ. നമ്മൾ ഇന്ത്യയിലെല്ലാ ഡെമോക്രസി, എല്ലാ അധികാരവും ഉണ്ട്. എന്തു വേണേലും പാർലമെൻറ്റിൽ പറയാം. വോട്ടവകാശം ഉണ്ടായിട്ടുണ്ട്. ഡെമോക്രസി ഇസ് ദ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ എന്നല്ല ഈ നമ്മുടെ എബ്രഹാം ലിങ്കൺ. അതേ രീതിയിലാണ് നമ്മളിപ്പോൾ നമ്മൾ. ഇന്നത്തെ തലമുറ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒന്നായിട്ട് മാറുന്നുണ്ടോ? കൂടുതൽ ഒതുങ്ങി പോകുന്നതാണ്. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എന്താ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു? എന്തും തുറന്നു പറയാൻ പറ്റിയൊരു, ഈ രാജ്യത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് ഒരു പൗരനെന്ന നിലയിൽ എന്ത് വേണമെങ്കിലും തുറന്നു പറയാൻ പറ്റിയൊരു തോന്നുന്നു. ഇന്നത്തെ തലമുറ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എങ്ങനെ? ഇപ്പോൾ എല്ലാവരും സ്വാതന്ത്ര്യത്തിലാണ്, ക്ലീനിങ് ഉണ്ട്, എല്ലാം പതാക ഉയർത്തും, എല്ലാവരും ഇത് ഇന്ത്യൻ ആർമി അവരെയൊക്കെ കണ്ടു പഠിക്കുകയാണ്. വയനാട് ദുരന്തം വന്നപ്പോൾ തന്നെ ഒരു സ്വാതന്ത്ര്യനും എത്ര സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവരും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം, എന്തോരം സ്വാതന്ത്ര്യത്തിന് എന്തോരം വിലയുണ്ടെന്ന് ഇപ്പോഴത്തെ തലമുറ മനസ്സിലാക്കാൻ തുടങ്ങി. താങ്ക് യു. ചേട്ടൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെ ആഘോഷിക്കാറുണ്ട്. ഞാൻ ഞങ്ങളുടെ ക്ലബിൻ്റെ പ്രസിഡന്റാണ്. അപ്പോൾ മിക്ക കൊല്ലങ്ങളും ഇപ്പോൾ 3 കൊല്ലമായിട്ട് ഞാൻ തന്നെയാണ് അവിടെ കൂടിയിരുന്നത്. പിന്നെ മിഠായി കൊടുക്കും പിള്ളേർക്ക്. ഇന്നത്തെ തലമുറ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ടോ? പിന്നെ തീർച്ചയായും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്കാണ് കുറേ ആൾക്കാരൊക്കെ അതിനകത്ത് സാധനം. സോഷ്യൽ മീഡിയയിൽ കൊടിയുടെ ഫ്ലാഗിൻ്റെ ഇടുന്നു, കുറേ സ്റ്റാറ്റസ് ഇടുന്നു. പക്ഷേ ഈ കൊടിമരത്ത് കൊടി കയറണമെന്ന് ഞാനിപ്പോൾ കാണാറില്ല. സംഘടനകളാണ് അത് കൂടുതലും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒന്നായിട്ട് മാറുന്നുണ്ട്. ഒരിക്കലുമില്ല. പക്ഷെ എല്ലാവരും മനസ്സിലുണ്ട്, രക്തം തിളക്കുന്ന രക്തമാണ് എല്ലാവരും. സ്വാതന്ത്ര്യം കിട്ടിയോണ്ട് നമ്മൾക്കിങ്ങനെ സംസാരിക്കണം, നിങ്ങൾ എൻ്റെ അടുത്ത് ഫോൺ കൊണ്ടുവന്നോ, ഇങ്ങനെയൊക്കെ നമുക്ക് നടക്കാൻ പറ്റുന്നതല്ലേ. ഓക്കെ, താങ്ക് യു.